സമൂഹ മാധ്യമങ്ങളുടെ സാധ്യതകൾ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വാർത്താമാധ്യമ രംഗത്ത് സവിശേഷമായ സ്ഥാനം പിടിച്ചെടുക്കുകയാണ് ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ എന്ന വിഭാഗം. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ മുഖ്യധാരാ ചാനലുകളുടെ ഭാഗമായിരുന്ന പ്രമുഖ അവതാരകർ പോലും തങ്ങളുടെ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തമായി യൂട്യൂബ് ചാനലും വാർത്താ പോർട്ടലുമെല്ലാം തുടങ്ങി മികച്ച കരിയർ ഈ മേഖലയിൽ പടുത്തുയർത്തുന്ന നിരവധി ഉദാഹരണങ്ങളെക്കുറിച്ച് കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഓൺലൈൻ വാർത്താമാധ്യമ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചത് മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ വാർത്താ പോർട്ടലും അതിൻ്റെ യൂട്യൂബ് ചാനലുമെല്ലാമാണ്. ഇതിൻ്റെ സ്ഥാപകനായിരുന്ന ഷാജൻ സ്കറിയയായിരുന്നു കേരളത്തിൽ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർക്ക് മേൽവിലാസം ഉണ്ടാക്കി കൊടുത്തത് എന്നുപോലും നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കും. എന്നിരുന്നാലും ഷാജൻ സ്കറിയയെ കൂടാതെ തന്നെ അനവധി പേർ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്, തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നുമുണ്ട്. അത്തരത്തിലുള്ള ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ വ്യക്തിയുടെ പേര് രാജൻ ജോസഫ് എന്നാണ്. ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അറിയപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നുവെന്നും അതിനു മുമ്പ് അദ്ദേഹം CPMൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നുവെന്നും ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു എന്നുമെല്ലാം അദ്ദേഹത്തിൻ്റെ വീഡിയോകളിലൂടെ തന്നെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെങ്കിലും രാജൻ ജോസഫ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് ഏറെക്കുറെ 3 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം ശക്തമായി തൻ്റെ വീഡിയോകളിൽ ഉൾപ്പെടുത്തിയിരുന്നത് CPMനെ കുറിച്ചുള്ള വിമർശനങ്ങളാണ്. CPM പ്രവർത്തകനായിരുന്നതിൻ്റെ ആനുകൂല്യത്തിൽ തനിക്ക് പാർട്ടി നേതാക്കളുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ ലഭിക്കുന്ന ഇൻസൈഡർ ഇൻഫർമേഷനുകൾ എന്ന നിലയിലാണ് ഈ വാദമുഖങ്ങൾ രാജൻ ജോസഫ് തൻ്റെ വീഡിയോകളിലൂടെ അവതരിപ്പിച്ചിരുന്നത്. പിന്നീടൊരു ഘട്ടത്തിൽ CPM വിരോധം ഉപേക്ഷിച്ച് രാജൻ ജോസഫ് കോൺഗ്രസിനും UDFനും ഇതിലെ ചില നേതാക്കൾക്കുമെതിരെ തിരിയുന്നതും നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിലിരിക്കെ രാജൻ ജോസഫിന് മികച്ചൊരു ബ്രേക്ക് ത്രൂ സമ്മാനിച്ചു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ സവിശേഷമായ ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് പതിയുന്നത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്ത ഒരു വീഡിയോയ്ക്ക് ശേഷമാണ്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ലൈംഗിക അപവാദങ്ങൾ ഉയർന്നു വരുന്നതിന് ഏറെക്കുറെ 1 മാസം മുമ്പായിരുന്നു രാഹുലിനെ കോഴി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് രാജൻ ജോസഫ് ഒരു വീഡിയോ പങ്കുവച്ചത്. ഈ വീഡിയോയ്ക്കെതിരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ധാരാളം പ്രതികരണങ്ങൾ ഉണ്ടായെങ്കിലും രാഹുലുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാജൻ ജോസഫിൻ്റെ ഈ വീഡിയോ വൈറലായി എന്നതാണ് യാഥാർത്ഥ്യം. പിന്നീട് രാഹുലിനെതിരെ ലൈംഗിക അപവാദ ആരോപണങ്ങൾ ഉയർന്നു വന്നതോടുകൂടി രാജൻ ജോസഫ് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ആധികാരികമായിരുന്നു എന്നൊരു തോന്നൽ ഒരു വിഭാഗത്തിനിടയിൽ ഉണരുകയും ചെയ്തു. ഏതൊക്കെയാണെങ്കിലും രാഹുലിനെതിരെ രൂക്ഷമായ ഭാഷയിൽ രാജൻ ജോസഫ് അനവധി വീഡിയോകളിലൂടെ വിമർശനങ്ങൾ ഉയർത്തിവിട്ടപ്പോൾ രാഹുലിൻ്റെ പ്രധാന രാഷ്ട്രീയ എതിരാളികളെല്ലാം ഇത് വ്യാപകമായി പ്രചരിപ്പിക്കുകയും രാജൻ ജോസഫിന് പുതിയൊരു മേൽവിലാസം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു എന്നതും മറ്റൊരു വസ്തുതയാണ്. രാഹുൽ മാങ്കൂട്ടത്തെ മാത്രമല്ല, ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരെ വരെ ഏറ്റവും നിന്ദ്യമായ രീതിയിൽ കടന്നാക്രമിക്കുന്ന ഒരു ശൈലി രാജൻ ജോസഫ് സ്വീകരിച്ചു പോന്നു. ഇതിൻ്റെ ഭാഗമായാണ് വടകര MP ആയ പാലക്കാടിൻ്റെ മുൻ MLA ആയ ഷാഫിയെ രാജൻ ജോസഫ് കുണ്ടൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തത്. ഷാഫി തൻ്റെ തനത് ശൈലിയിൽ രാജൻ ജോസഫിനെ പോലുള്ള അപ്രസക്തരായവരെ അവഗണിക്കുന്നു എന്ന മട്ടിൽ ഇതിനെതിരെ കാര്യമായ പ്രതികരണങ്ങളൊന്നും നടത്തിയതുമില്ല. എന്നാൽ ഷാഫി തന്നെ പേടിച്ചാണ് ഇക്കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന നിലയിലുള്ള വീരവാദവും രാജൻ ജോസഫ് പിന്നീട് മുഴക്കുന്നതും പല വീഡിയോകളിലൂടെയും നാം കണ്ടിട്ടുണ്ട്. എന്നാൽ രാജൻ ജോസഫിൻ്റെ വ്യക്തിവിരോധം അതിൻ്റെ എല്ലാ സീമകളും ലംഘിക്കുന്നത് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന വനിതാ കോൺഗ്രസ്സുകാരിക്കെതിരെ അദ്ദേഹം തിരിഞ്ഞതോടുകൂടിയാണ്. ആദ്യഘട്ടത്തിൽ ശ്രീനാദേവിക്കെതിരെ രാജൻ ജോസഫ് ഒരു വീഡിയോ പങ്കുവച്ചപ്പോൾ അതിനുള്ളിൽ വസ്തുതാവിരുദ്ധമായ നിരവധി ആരോപണങ്ങളാണ് അവരെക്കുറിച്ച് ഉന്നയിച്ചിരുന്നത്. അത് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു. ആ ഘട്ടത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മ CPI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു പത്തനംതിട്ട ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന പദവി അലങ്കരിച്ചിരുന്നത്. ശ്രീനാദേവി തെളിവുകൾ സഹിതം നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട ജില്ലയിലെ CPI ജില്ലാ സെക്രട്ടറിയായിരുന്ന AP ജയന് തൻ്റെ പദവികൾ നഷ്ടപ്പെടുകയും പാർട്ടിയിൽ തരം താഴ്ത്തപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം അവരെ അനവധി കള്ളക്കേസുകളിൽ കൊടുക്കുവാൻ ഭരണതലത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ച് AP ജയനും കൂട്ടാളികളും ശ്രമിക്കുകയും ചിലതിലൊക്കെ അവർ വിജയം കാണുകയും ചെയ്തിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം ശ്രീനാദേവി ചെയ്ത മഹാ അപരാധങ്ങളാണ് എന്ന നിലയിൽ ചിത്രീകരിച്ചുകൊണ്ടാണ് രാജൻ ജോസഫ് ആദ്യമായി അവർക്കെതിരെ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നീട് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ശ്രീനാദേവി നടത്തിയ പ്രതികരണങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ടായിരുന്നു രാജൻ ജോസഫിൻ്റെ കടന്നാക്രമണങ്ങൾ അത്രയും തന്നെ. ഒരു സ്ത്രീക്കും അംഗീകരിക്കുവാൻ കഴിയാത്ത രീതിയിൽ, സംസ്കാരമുള്ള ഒരു സമൂഹത്തിന് സ്വീകരിക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള പദപ്രയോഗങ്ങളും അധിക്ഷേപ പരാമർശങ്ങളുമാണ് ശ്രീനാദേവി കുഞ്ഞമ്മയെക്കുറിച്ച് രാജൻ ജോസഫ് എന്ന ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ്റെ ഭാഗത്തു നിന്നും നിരന്തരമായി ഉണ്ടായത്. എൻ്റെ കണക്കുകൂട്ടലുകൾ ശരിയാണെങ്കിൽ ഏറെക്കുറെ 25ഓളം വീഡിയോകളാണ് ശ്രീനാദേവിയെ അധിക്ഷേപിച്ചുകൊണ്ട് രാജൻ ജോസഫ് ഇതുവരെ പങ്കുവച്ചിട്ടുള്ളത്.
ഇതിൽ ഭൂരിഭാഗം വീഡിയോകളിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവിഹിതക്കാരിയായി ശ്രീനാദേവിയെ ചിത്രീകരിക്കുവാനുള്ള ഒരു പ്രവണതയും ഇദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീനാദേവി ഉയർത്തിവിട്ട വലിയൊരു വെളിപ്പെടുത്തൽ, രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ആദ്യമായി ആരോപണമുയർത്തിയ റിനി ആനിനെ പ്രതിരോധത്തിലാക്കിയപ്പോഴാണ് രാജൻ ജോസഫ് സഭ്യതയുടെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ശ്രീനാദേവിക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമെതിരെ വലിയ അധിക്ഷേപ വർഷങ്ങൾ ചൊരിഞ്ഞത്. നമുക്കറിയാം, രാഹുലിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയതിനു ശേഷം റിനി ആൻ ജോർജ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആസ്വദിച്ചിരുന്നു. പലപ്പോഴും താൻ സ്ത്രീകളുടെ സംരക്ഷകയായി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള മുൻനിര പോരാളിയായിട്ടാണ് സ്വയം അവതരിച്ചിരുന്നത്. രാജൻ ജോസഫിൻ്റെ ചാനൽ ഉൾപ്പെടെയുള്ളവർ റിനിക്ക് വലിയ രീതിയിൽ പബ്ലിസിറ്റി നൽകുകയും ചെയ്തു. എന്നാൽ ഇത്തരത്തിൽ പടുത്തുയർത്തിയ പബ്ലിസിറ്റികളെല്ലാം ശ്രീനാദേവിയുടെ വെളിപ്പെടുത്തലോടെ, കൃത്യമായി പറഞ്ഞാൽ രാഹുലിനെ പാതിരാത്രി 12 മണിക്ക് ശേഷം റിനി ആൻ നിരവധി തവണ വീഡിയോ കോൾ ചെയ്യാറുണ്ടായിരുന്നുവെന്നും അതുപോലെ തന്നെ നിരവധി തവണ രാഹുലിനെ ഇവർ ടെലിഗ്രാമിൽ സീക്രട്ട് ചാറ്റിൽ പങ്കാളിയാകാൻ ക്ഷണിച്ചിരുന്നുവെന്നുമെല്ലാമുള്ള ശ്രീനാദേവിയുടെ വെളിപ്പെടുത്തലുകളാണ് റിനിയുടെ മൂടുപടം അഴിച്ചിട്ടത്. റിനിയുടെ ഈ പ്രതിച്ഛായ കെട്ടിപ്പൊക്കിയതിൽ നിർണായക പങ്ക് വഹിച്ചിരുന്ന രാജൻ ജോസഫിന് ഇത് ഒരു രീതിയിലും അംഗീകരിക്കുവാൻ കഴിയുന്നതായിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പിന്നീട് അദ്ദേഹം ശ്രീനാദേവിക്കെതിരെ തൻ്റെ വീഡിയോകളിലൂടെ നടത്തിയ കടന്നാക്രമണം. രാഹുൽ മാങ്കൂട്ടം നടത്തിയെന്ന് പറയപ്പെടുന്ന ഗർഭചിത്രങ്ങൾക്ക് അയാൾക്ക് പിന്തുണ നൽകിയിരുന്നത് ശ്രീനാദേവി ആയിരുന്നുവെന്നും രാജൻ ജോസഫ് പറഞ്ഞു വെക്കുകയുണ്ടായി. ഒരു പടി കൂടി കടന്ന് രാഹുൽ മാങ്കൂട്ടവും ശ്രീനാദേവിയും ചേർന്ന് ഇത്തരം ഗർഭചിത്രങ്ങളിലൂടെ യഥാർത്ഥത്തിൽ നരബലിയാണ് നടത്തിയിരുന്നതെന്നും അവരുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കും രാഷ്ട്രീയ നേട്ടങ്ങൾക്കും വേണ്ടിയാണ് ഈ ആഭിചാര കർമ്മങ്ങൾ ഇവർ നടത്തിയതെന്നുമെല്ലാം പോലും രാജൻ ജോസഫ് ഒരു ഭ്രാന്തനെ പോലെ പുലമ്പുന്ന വീഡിയോകളും നമുക്ക് മുന്നിൽ ഇന്ന് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. സ്ത്രീത്വത്തെ കടന്നാക്രമിക്കുന്ന രാജൻ ജോസഫിൻ്റെ ഈ ശൈലിക്കെതിരെ, തനിക്കെതിരെ നടത്തുന്ന വ്യാപകമായ നിന്ദ്യമായ സൈബർ ആക്രമണത്തിനെതിരെ നിരവധി വട്ടം പോലീസിൽ ശ്രീനാദേവി പരാതി നൽകിയെങ്കിലും ഏറ്റവും നിസ്സാരമായ വകുപ്പുകൾ ചുമത്തി ഇയാൾക്കെതിരെ പേരിന് 1-2 കേസ് മാത്രമാണ് പോലീസ് ഇതുവരെ എടുത്തിട്ടുള്ളത്. ശ്രീനാദേവിക്കെതിരെ രാജൻ ജോസഫ് നടത്തിയ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ അയാൾക്ക് ജാമ്യം ലഭിക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള വകുപ്പുകൾ അയാളുടെ മേൽ ചുമത്തിക്കൊണ്ട് അയാളെ ദീർഘകാലം ജയിലിൽ അടയ്ക്കുവാനുള്ള അവസരം പോലീസിനുണ്ടായിരിക്കെയാണ്, അതിനുള്ള കൃത്യമായ തെളിവുകൾ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായിരിക്കെയാണ് രാജൻ ജോസഫിന് ഭരണകൂടത്തിൻ്റെ സംരക്ഷണയിൽ ഇത്തരത്തിൽ ആവർത്തിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് എന്ന വസ്തുത നാം മറന്നുപോകരുത്. ഇവിടെ CPM-നെ സംബന്ധിച്ചും ഇടതുപക്ഷത്തെ സംബന്ധിച്ചും സംരക്ഷിക്കപ്പെടേണ്ടത് അവർക്ക് പിന്തുണ നൽകുന്ന സ്ത്രീകൾ മാത്രമാണ്. തങ്ങളുടെ എതിർ രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്ന എല്ലാ സ്ത്രീകളെയും ഏതറ്റം വരെയും കടന്നു ചെന്ന് ഏറ്റവും മോശമായ ഭാഷയിൽ അധിക്ഷേപിക്കുവാനും തെറി പറയുവാനും അവഹേളിക്കുവാനുമുള്ള അവകാശങ്ങൾ തങ്ങൾ സംരക്ഷിക്കുന്ന സൈബർ ഗുണ്ടകൾക്കുണ്ട് എന്നൊരു പ്രതീതി ഈ കേരളത്തിൽ നിലനിൽക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് രാജൻ ജോസഫിനെ പോലുള്ള മാധ്യമപ്രവർത്തകർ ഇന്നും വളരെ സ്വതന്ത്രരായി വിഹരിക്കുന്നതും തങ്ങളുടെ ലീലാവിലാസങ്ങൾ സ്വതന്ത്രമായി തുടരുന്നതും. ഏറ്റവും ഒടുവിലായി രാജൻ ജോസഫ് ശ്രീനാദേവിയെ ബോഡി ഷെയ്മിംഗ് നടത്തുന്ന നിന്ദ്യമായ വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട്. ശ്രീനാദേവിയെ കുഞ്ഞമ്മയെ ഈ വീഡിയോയിൽ അയാൾ വിശേഷിപ്പിക്കുന്നത് അടൂർ അമ്മച്ചി എന്നാണ്. ഇത് രാജൻ ജോസഫിൻ്റെ സ്ഥിരമായിട്ടുള്ള ഒരു ശൈലിയാണ്. ഏതെങ്കിലും സ്ത്രീകളെ കടന്നാക്രമിക്കേണ്ട ഘട്ടത്തിൽ അവരുടെ പേരിനോട് ഒരുപാട് സാദൃശ്യമുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവരാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങൾ അശ്ലീല പരാമർശങ്ങളിലൂടെയും ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെയും ഇയാൾ വീഡിയോകളിൽ ഉൾപ്പെടുത്താറുണ്ട്. എന്നാൽ നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഇയാൾക്ക് പഴുതാകുന്നതും ഇത്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങളും അശ്ലീല പരാമർശങ്ങളും തന്നെയാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, ലക്ഷ്മി പത്മ എന്ന മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ രാജൻ ജോസഫ് പങ്കുവച്ചിട്ടുള്ള വീഡിയോയിൽ അയാൾ ലക്ഷ്മി പത്മയ്ക്ക് പകരം ലക്ഷ്മി താമര എന്ന പേരാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ താൻ പരാതി കൊടുത്തിട്ടും ഈ കേസിൽ തനിക്ക് അനുകൂലമായ നടപടി ഉണ്ടായില്ല എന്ന് ലക്ഷ്മി പത്മയും ഈ അടുത്ത കാലത്ത് ഒരു അഭിമുഖത്തിൽ തുറന്നു പറയുകയുണ്ടായിട്ടുണ്ട്. ഏതൊക്കെയാണെങ്കിലും ശ്രീനാദേവിയെ സംബന്ധിച്ച് അടൂർ അമ്മച്ചി എന്ന പരാമർശം മാത്രമല്ല, അടൂർ നഗരസഭയിലും അടൂരിലെ കോൺഗ്രസിൻ്റെ ഓഫീസിലും ശ്രീനാദേവിയുടെ വീട്ടിലുമെല്ലാം മുരിക്ക് മരങ്ങൾ നട്ടുപിടിപ്പിക്കണമെന്നുള്ള ദ്വയാർത്ഥ പ്രയോഗവും രാജൻ ജോസഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇത്തരത്തിൽ സഭ്യതയുടെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് രാജൻ ജോസഫ് ഇങ്ങനെ അഴിഞ്ഞാടിയപ്പോൾ സഹി കെട്ടുകൊണ്ട് ശ്രീനാദേവിയുടെ ആങ്ങള അദ്ദേഹത്തെ ഫോൺ വിളിക്കുകയും തെറി പറയുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ആസനത്തിൽ ആലുകിളുത്താൽ അതും തണല് എന്ന് പറയുന്ന ഒരു മനോഭാവമാണ് രാജൻ ജോസഫ് എന്ന ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ അഥവാ കണ്ടന്റ് ക്രിയേറ്റർക്ക് ഇന്നുള്ളത് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത്. ഈ തെറികൾ ഉൾപ്പെടെ റെക്കോർഡ് ചെയ്ത് വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു പുതിയ വീഡിയോ പങ്കുവെക്കുകയുണ്ടായി. ആ വീഡിയോയ്ക്ക് ശേഷം അദ്ദേഹം പറയുന്നത് ശ്രീനാദേവിയുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചാണ്. ആ കുടുംബത്തിൽ അനവധിയായ ദുർമരണങ്ങൾ നടന്നിട്ടുണ്ട് എന്നും ആ കുടുംബത്തിലുള്ള സ്ത്രീകളെല്ലാവരും ദുർനടത്തിപ്പുകാരാണെന്നുമുള്ള രീതിയിലാണ് രാജൻ ജോസഫ് പിന്നീട് തൻ്റെ വീഡിയോയിൽ വിമർശനം ഉന്നയിച്ചത്. ശ്രീനാദേവിയുടെ സഹോദരൻ തന്നെ തെറി പറഞ്ഞപ്പോൾ ശ്രീനാദേവി ഒപ്പമുണ്ടായിരുന്നുവെന്നും ശ്രീനാദേവിയും തനിക്കെതിരെ
തെറിവിളി നടത്തിയെന്നുമുള്ള ആരോപണവും രാജൻ ജോസഫ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനെതിരെ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന കോൺഗ്രസ് വനിതാ നേതാവ് പോലീസിൽ രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ആ ഫോൺ വിളി നടന്ന സമയത്ത് താൻ ഒരിക്കലും സഹോദരനൊപ്പം ഇല്ലായിരുന്നുവെന്നും മറ്റൊരിടത്തായിരുന്നു താനെന്ന് തെളിയിക്കുവാനുള്ള തെളിവുകൾ സഹിതം പോലീസിന് കൈമാറിക്കൊണ്ടാണ് ശ്രീനാദേവി ഈ പരാതി നൽകിയിട്ടുള്ളത്. മറ്റൊരു കൗതുകകരമായ വസ്തുത എന്ന് പറയുന്നത്, ഒരു സ്ത്രീയെ സഭ്യതയുടെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് രാജൻ ജോസഫ് കടന്നാക്രമിക്കുന്നത് മറ്റൊരു സ്ത്രീക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ്. രാജൻ ജോസഫ് ഇവിടെ റിനി ആനിൻ്റെ സംരക്ഷകനായിട്ടാണ് അവതരിച്ചിരിക്കുന്നത്. രാജൻ ജോസഫിൻ്റെ വീഡിയോകളിൽ റിനിയെക്കുറിച്ച് പറയുന്നത് കേട്ടാൽ അവർ കേരളത്തിലെ ഏറ്റവും മാന്യയായ വനിതാ രക്തമാണ് എന്ന് പോലും നാം തെറ്റിദ്ധരിച്ചു പോകും. എന്നാൽ രാജൻ ജോസഫ് പറയുന്നത് പോലെയല്ല കാര്യങ്ങളെന്ന് മനസ്സിലാക്കുവാൻ ശ്രീനാദേവിയുടെ ആരോപണങ്ങൾക്കെതിരെ റിനി പ്രതികരിച്ചിട്ടില്ല എന്നതിൽ നിന്ന് തന്നെ നമുക്ക് കഴിയുന്നതാണ്. ഏതൊക്കെയാണെങ്കിലും ഒരു കാര്യം നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. ശ്രീനാദേവിക്കെതിരെ രാജൻ ജോസഫ് നടത്തിയിട്ടുള്ളതെല്ലാം ഒരു പരിഷ്കൃത സമൂഹത്തിനും അംഗീകരിക്കുവാൻ കഴിയാത്ത പരാമർശങ്ങളാണ്. ഉദാഹരണമായി രാഹുൽ മാങ്കൂട്ടം നടത്തിയ ഭ്രൂണഹത്യയ്ക്ക് ശ്രീനാദേവി കൂട്ടുനിന്നത് നരബലിയുടെ ഭാഗമായിട്ടാണെന്ന്, ആഭിചാര കർമ്മങ്ങൾ നടത്തുന്ന ഒരുവളവാണ് ശ്രീനാദേവി എന്നുള്ള പരാമർശം. അതുപോലെ തന്നെ അവരെ അടൂർ അമ്മച്ചി എന്ന് വിശേഷിപ്പിക്കുന്നത് കൃത്യമായിട്ടും ബോഡി ഷേമിംഗ് തന്നെയാണ്. അതുപോലെ തന്നെ രാഹുൽ ശ്രീനാദേവിക്ക് മുന്നിൽ പലതും തുറന്നു കാട്ടിയിട്ടുണ്ട് എന്ന് രാജൻ ജോസഫ് പറയുമ്പോൾ അതിലെ ദ്വയാർത്ഥ പ്രയോഗം മനസ്സിലാക്കുവാനുള്ള ബോധവും സാമാന്യം മലയാളികൾക്കെല്ലാം ഉണ്ട്. ശ്രീനാദേവിയെ കയറ്റിയിറക്കുവാൻ വേണ്ടി മുരിക്കുമരങ്ങൾ വെച്ച് പിടിപ്പിക്കണമെന്ന് രാജൻ ജോസഫ് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൊക്കെ ഈ ശൈലിയാണോ സ്ത്രീകളോട് സ്വീകരിക്കുന്നത് എന്ന സ്വാഭാവികമായ ചോദ്യവും ശ്രീനാദേവിയെ അനുകൂലിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാം. ഒരുപക്ഷെ ശ്രീനാദേവിയുടെ സഹോദരൻ രാജൻ ജോസഫിനെ രാത്രിയിൽ ഫോൺ വിളിച്ച് ചീത്ത പറഞ്ഞത് നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഒരു തെറ്റാണെങ്കിലും ഒരു സഹോദരൻ എന്ന നിലയിൽ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ അയാളുടെ പ്രവൃത്തിയെ നീതീകരിക്കേണ്ട സാഹചര്യമാണ് രാജൻ ജോസഫിൻ്റെ വീഡിയോകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുന്നത്. ഏതൊക്കെയാണെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശ്രീനാദേവി അനവധി പരാതികളുമായി പോലീസ് സ്റ്റേഷനുകൾ കയറിയിറങ്ങിയിട്ടും സർക്കാരിൻ്റെയും CPMൻ്റെയും തണലിൽ രാജൻ ജോസഫ് തൻ്റെ അവഹേളന പരാമർശനങ്ങൾ നിരന്തരം തുടരുകയാണ്. ഇതിനൊരു പക്ഷേ മാറ്റം വരണമെങ്കിൽ കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അത്തരമൊരു ഭരണമാറ്റം വന്നു കഴിഞ്ഞാൽ ശ്രീനാദേവി നിയമ നടപടികളുമായി മുന്നോട്ട് പോയാൽ അതിനോട് നിഷ്പക്ഷമായി പോലീസ് നടപടികൾ സ്വീകരിക്കുന്ന മനോഭാവം സ്വീകരിച്ചാൽ ഒന്നേ പറയാനുള്ളൂ, പ്രിയപ്പെട്ട സുഹൃത്തെ, താങ്കൾ ദീർഘകാലം രാഹുലിനെ പോലെ തന്നെ അഴിയെണ്ണേണ്ടി വരും. ഏതൊക്കെയാണെങ്കിലും രാജൻ ജോസഫിൻ്റെ ഈ അധപ്പതിച്ച മാധ്യമ പ്രവർത്തന ശൈലിയെക്കുറിച്ചുള്ള ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.